Good morning. ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക് ഡിപ്രഷൻ. ഇറ്റ് ഈസ് എ മൂഡ് ഡിസോർഡർ ക്യാരക്ടറൈസ്ഡ് ബൈ പെർസിസ്റ്റന്റ് സാഡ്നെസ് ആൻഡ് ലോസ് ഓഫ് ഇൻട്രസ്റ്റ്. ഇറ്റ് അഫക്ട്സ് എ ചൈൽഡ്സ് ഇമോഷൻസ്, ബിഹേവിയർ ആൻഡ് അക്കാഡമിക് പെർഫോമൻസസ്. എന്തായിരുന്നു ഡിപ്രഷൻ എന്ന് പറയുന്നത്? ഒരു മൂഡ് ഡിസോർഡർ ആണ്. അതിന് ഒരുപാട് കാരണങ്ങളും പറയും. എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് സാഡ്നെസ്, അതല്ലെങ്കിൽ ലോസ് ഓഫ് ഇൻട്രസ്റ്റ്, എപ്പോഴും താഴെയായിട്ടിരിക്കുക, അതുപോലെ തന്നെ ഒരു കാര്യത്തിലും താല്പര്യം ഇല്ലാത്തൊരവസ്ഥ. ഇതൊക്കെയാണ് ഈ ഡിപ്രഷന്റെ ഒരു പ്രത്യേകത. അതുപോലെ ഇത് കുട്ടികളുടെ ഇമോഷൻസിനെ, ബിഹേവിയറിനെയൊക്കെ, അതുപോലെ അക്കാഡമിക് പെർഫോമൻസിനെയും ബാധിക്കുന്നതാണ്. ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഡിപ്രഷൻ ആസ് എ പെർസിസ്റ്റന്റ് ഡിപ്രസ്ഡ് മൂഡ് ഓർ ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഓർ പ്ലഷർ ദാറ്റ് ഇന്റർഫിയേഴ്സ് വിത്ത് ഡെയിലി ഫങ്ഷനിങ്. നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങൾ പോലും ചെയ്യാൻ താല്പര്യമില്ലാത്തൊരവസ്ഥ. ഒത്തിരി നമ്മൾ നേരത്തെ ചില ആൾക്കാർ ബുക്ക് വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും, അല്ലെങ്കിൽ കുട്ടികളായിരിക്കും, ഏതൊരു കാറ്റഗറിയിലായാലും നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്തിരുന്ന, കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ കാർട്ടൂൺ കാണുക, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ, അതുപോലും അവർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടാതിരിക്കുക. എന്തൊക്കെയാണ് സിംറ്റംസ് എന്നാണ് നമ്മൾ ഇനി പറഞ്ഞു വരുന്നത്. പെർസിസ്റ്റന്റ് സാഡ്നെസ് ഓർ ഇറിറ്റബിലിറ്റി, ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ആക്ടിവിറ്റീസ്, ഒരു കാര്യത്തിനും പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഇല്ലാതിരിക്കുക, എപ്പോഴും ഇറിറ്റേറ്റ് ആയിട്ടിരിക്കുക, ഫാറ്റിക് ആൻഡ് ലോ എനർജി, എപ്പോഴും ലോ എനർജിയിലിരിക്കുക, ഡിഫിക്കൽട്ടി കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു കാര്യം അവർക്ക് ചെയ്യാൻ പറ്റാതിരിക്കുക, ചേഞ്ചസ് ഇൻ സ്ലീപ്പ് ഓർ അപ്പറ്റൈറ്റ്, അവരുടെ ആ ഒരു സ്ലീപ്പിലും ഒക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നത്. ചിലപ്പോൾ ചില കുട്ടികൾ ഒട്ടും ഉറങ്ങാതിരിക്കുക. ഇതൊക്കെയാണ് ഈ ഒരു ഇതിന്റെ സിംറ്റംസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇത് എങ്ങനെയാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നതെന്നുള്ളത് ക്ലിനിക്കൽ അസസ്മെന്റിലൂടെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പാരൻസ് അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിലൂടെയും അവർ തരുന്ന ആൻസറിലൂടെയൊക്കെ നമുക്കിത് കണ്ടെത്താനായിട്ട് സാധിക്കും. ഒബ്സർവേഷൻ ഓഫ് മൂഡ് ആൻഡ് ബിഹേവിയർ, അവരുടെ മൂഡും ബിഹേവിയറൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുട്ടികളെ വാച്ച് ചെയ്യുന്നതിലൂടെ നമുക്ക് കുറെ കാര്യങ്ങൾ ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ കോസസും അതല്ലെങ്കിൽ എന്തൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ജനറ്റിക് പ്രീഡിസ്പോസിഷൻ, ഫാമിലി ഓർ സോഷ്യൽ സ്ട്രെസ്, ട്രോമ ഓർ അബ്യൂസ്, ക്രോണിക് മെഡിക്കൽ കണ്ടീഷൻ, ഇതൊക്കെയാണ് ഇതിന്റെ കോസസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഈ കുട്ടിയുടെ ഡെവലപ്മെന്റിൽ എന്തൊക്കെയാണ് ഇതുകൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങളെന്ന് നമുക്ക് നോക്കാം. അക്കാഡമിക് ഡിഫിക്കൽട്ടീസ്, എന്തുകൊണ്ടായിരിക്കും ഇവർ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇവർക്ക് പഠിക്കാനും അതിനുള്ള മൂഡ് ഇവർക്ക് ഉണ്ടാകില്ല, എപ്പോഴും ഒരു ലോ എസ്റ്റീം ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് അക്കാഡമിക്കലി ഡിഫിക്കൽട്ടീസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ സോഷ്യൽ വിഡ്രോവൽ, എന്ത് കാര്യത്തിൽ നിന്നും സോഷ്യൽ, അതായത് പിയർ ഗ്രൂപ്പിൽ നിന്നായിട്ടായാലും നമ്മൾ സോഷ്യലി മിങ്കിൾ ചെയ്യുന്ന സമയത്തായാലും എപ്പോഴും അവരതിൽ നിന്ന് പിന്മാറിക്കൊണ്ടിരിക്കും. ലോ സെൽഫ് എസ്റ്റീം, സ്വന്തമായിട്ടൊരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഇല്ലാത്തൊരവസ്ഥ. റിസ്ക് ഓഫ് സെൽഫ് ഹാം ഇൻ സിവിയർ കേസസ്, സ്വയം എന്തെങ്കിലുമൊക്കെ മുറിപ്പെടുത്തലുകൾ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് ഇങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ച്. ഇനി അവരുടെ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സൈക്കോതെറാപ്പിയാണ്. കുട്ടികളെ സംബന്ധിച്ച് CBT, പ്ലേ തെറാപ്പി ഒക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. സപ്പോർട്ടീവ് കൗൺസിലിങ്ങിലൂടെ നമുക്ക് ഒത്തിരി ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. മെഡിക്കേഷൻ, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മെഡിക്കേഷൻ കൊടുക്കുക. കൂടുതലും വരുന്നത് പേരന്റൽ സപ്പോർട്ട് ആൻഡ് റൂട്ടീനിൽ മാറ്റങ്ങൾ വരുത്താൻ നോക്കുക. ഇനി പേരൻസിന്റെയും ടീച്ചേഴ്സിന്റെയും റോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എൻകറേജ് കമ്മ്യൂണിക്കേഷൻ അബൌട്ട് ഫീലിങ്സ്, നമ്മൾ കൂടുതലായിട്ട് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക ഫീലിങ്സിനെ പറ്റിയൊക്കെ. മോണിറ്റർ അക്കാഡമിക് ആൻഡ് സോഷ്യൽ പെർഫോമൻസ്, അവരുടെ അക്കാഡമിക്കലി ഉള്ള പെർഫോമൻസ് ഒക്കെ നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. പ്രൊവൈഡ് റീ അഷുറൻസ് ആൻഡ് സപ്പോർട്ട്, എല്ലാ കേസസിലും നമ്മൾ പറയുന്ന ഡിസോർഡേഴ്സ് ഉള്ളവരൊക്കെ നമ്മൾ എന്താ, കുട്ടികളെ ആയാലും മുതിർന്നവരെ ആയാലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് മെന്റലി അവർക്ക് സപ്പോർട്ട് കൊടുക്കുക, മെന്റലി ഫിറ്റ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. അവർക്ക് എപ്പോഴും കൂടെ ആളുണ്ട്, അതല്ലെങ്കിൽ എന്നെ നോക്കുക, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി കരയാനും ചിരിക്കാനും ഒക്കെ എൻ്റെ പുറകിൽ ഒത്തിരി ആൾക്കാരുണ്ട്, എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്കത് സഹിക്കാൻ പറ്റും. ഇങ്ങനെ അവർ മെന്റലി നമ്മൾ എന്ത് ചെയ്യുക, ഫിറ്റ് ആക്കി ഇരുത്താൻ നോക്കുന്നു. കൊളാബറേറ്റ് വിത്ത് പ്രൊഫഷണൽസ്, ഇനി നമുക്ക് ടീച്ചേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും പേരൻസിനും ആണെന്നുണ്ടെങ്കിലും പ്രൊഫഷണൽസുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുക, അവരുടെ ഒപ്പീനിയൻ തേടുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അതായത് ടീച്ചേഴ്സിനും പേരൻസിനും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ.
Early recognition and intervention of depression improves emotional health and academic success. നമ്മൾ എന്തൊരു അസുഖമാണെങ്കിലും നേരത്തെ കണ്ടെത്തുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ ഇമോഷണലി അവരെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും, ഹെൽത്തി ആയിട്ട് ഇരുത്താനായിട്ട് സാധിക്കും. അതിലൂടെ പോകെ പോകെ കുട്ടികളെ അക്കാഡമിക്കലി സക്സസ് ആക്കി കൊണ്ടുവരാനായിട്ടും നമുക്ക് സാധിക്കുന്നതാണ്.